കേരള റീൽസ് ബിഫോർ റിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് 1000 തെങ്ങ് വലിയഴീക്കൽ ഹാർബർ. വള്ളങ്ങൾ അടുക്കുന്നു, മീനിറക്കുന്നു. ആ ഭാഗത്തിൽ ഏലംവിളി. ഒരു ബ്രഹ്മാണ്ടൻ ഫിഷിംഗ് ബോട്ട്. ഇതിനുള്ളിൽ ഒരു 10 ലോറി മീൻ കൊള്ളും. ബോട്ടിൻ്റെ പേര് കോട്ടയ്ക്കൽ. ഫ്രണ്ടാണിത്. ഇഷ്ടം പോലെ ഫിഷിംഗ് ബോട്ടുകൾ. ചെമ്മീൻ വെള്ളം നിറച്ച ചെമ്മീൻ. മൊത്തം ചെമ്മീൻ. ചെമ്മീൻ ചാകരയാണ്. തൊട്ടടുത്ത് ചെന്നിട്ട് ഒരു പേടിയില്ല, ചെറിയ പേടിയുണ്ട്. ഇവിടെ മിച്ചറാണ്, മിച്ചർ. അപ്പുറത്ത് അയില, മിച്ചർ. ബോട്ടിൻ്റെ കളിയിൽ നിന്ന് ബക്കറ്റിൽ കൊട്ടയ്ക്കകത്തൊക്കെ ചെമ്മീൻ എടുക്കുന്നു. എല്ലായിടത്തും ചെമ്മീൻ ചാകും. അപ്പുറത്ത് ഫിഷിംഗ് ബോട്ട്. ഫിഷിംഗ് ബോട്ടുകൾ നിരന്ന് കിടക്കുന്നു. ആ ബോട്ടിൻ്റെ പേര് തപ്പൻ. തപ്പി മീൻ പിടിക്കുന്ന ഫിഷിംഗ് ബോട്ടാണെന്ന് തോന്നുന്നു. ആ ഫിഷിംഗ് ബോട്ടിൻ്റെ പേര് ശിങ്കാരവേലൻ. അത് ശിവപെരുമാൾ. ഇപ്പുറത്തൂടെ വരുന്നത് ശ്രീരാമൻ. എല്ലാവരും മീൻ ഇറക്കാനായിട്ട് അടുക്കുന്നു. ഇവിടെ മീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ചെമ്മീൻ. മിച്ചർ. തൊട്ടടുത്തൂടെ ഒരു പരുന്ത് പറന്നുപോയി. ആകെ തിരക്ക്, ഒച്ചയമ്പകളവും. കൊക്കുകളെല്ലാം ഇവരുടെ ഫ്രണ്ട്സാണ്. അവിടെ ചെമ്മീൻ തരംതിരിക്കുന്നു. എന്നിട്ട് ഐസിട്ട് കയറ്റി എക്സ്പോർട്ടിംഗ് കമ്പനികളിലേക്ക് പോവുകയാണ്. ഭയങ്കരം ചാകര. കഴിഞ്ഞ ആഴ്ച തോട്ടപ്പള്ളിയിലായിരുന്നു ചാകര. ഇന്ന് വലിയഴീക്കൽ, അതായത് ഈ സ്ഥലത്ത് ചാകര. ചെമ്മീൻ തരംതിരിക്കുന്നു. ചെറിയ പൊടിമീനെല്ലാം മാറ്റുന്നു. മൊത്തം ചെമ്മീൻ. ചാകര. ഫോട്ടോ പിടുത്തം നടക്കുന്നു.
എല്ലായിടത്തും ചെമ്മീൻ്റെ വമ്പൻ ചാകര. ബോക്സിലൊക്കെ ചെമ്മീൻ അട്ടിയട്ടി നിറച്ച് വെച്ചിരിക്കുന്നു. ഇവിടുന്ന് വലിയ ലോറിയിലാക്കി എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് പോകും. ഇവിടുത്തെ ചെമ്മീനാണ്. തൊട്ടപ്പള്ളി കണ്ടതിനെക്കാട്ടിലും കുറച്ചുകൂടെ മുന്നതാണ്. വിശപ്പ് നടക്കുന്നു. മൊത്തം ചെമ്മീൻ. കാണുന്ന വണ്ടികളിലേക്ക് നിറച്ച് കയറി പോവുകയാണ്. ഇവിടെയും ചെമ്മീനാണ്. മൊത്തം നിറച്ച് വെച്ചിരിക്കുന്നു. ആ വണ്ടികളിലേക്ക് കയറി പോകും. ഇത് റൈറ്റ് സൈഡിലുള്ള മീൻ കേന്ദ്രം. ലേലം വിളിക്കുന്നത് ഇവിടെയാണ്. അപ്പുറത്തോടെ ഒരു ഫിഷിംഗ് ബോട്ട് ഓടി പോകുന്നു. ഇവിടെയും ചെമ്മീൻ. പരുന്ത് പറ്റേ ഇവിടെ പറന്നുപോയി. ചെറിയ ടീമുകൾ ലേലം വിളി. ഒരു ബക്കറ്റ് ചെമ്മീൻ 170 രൂപ. എടുക്കാൻ ആളില്ല. വെള്ളമുണ്ടോ? ഇവിടെ ചെമ്മീൻ, ചെറിയ ചെറിയ മീനുകൾ എല്ലാം തരംതിരിക്കുന്നു. ചെമ്മീൻ ഏറ്റവും വരെ ചെമ്മീൻ തരംതിരിക്കുന്നു. നിറച്ചിട്ട് തൂക്കാൻ പോകുന്നു. തൂക്കിയ ശേഷം ബോക്സിലേക്ക് നിറച്ച് ഐസിട്ട് ഇവിടെ നിന്ന് കയറി പോകും. അവിടെ ചെമ്മീനും ഐസുമായിട്ട് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്ത ശേഷം ഇവിടെ പെട്ടിയായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. അടുക്കിയത് ഇത്തരം ലോറികളിലേക്ക് കയറി ചെമ്മീൻ കമ്പനികളിലേക്ക് പോകും. ആ കമ്പനിയുടെ പേര് അക്വാപോൾ എക്സ്പോർട്ടേഴ്സ്. കൊച്ചിയിലുള്ള കമ്പനിയാണ്. ഈ അറ്റം മുതൽ അങ്ങേയറ്റം വരെ ബോട്ടുകൾ നിറഞ്ഞു കിടക്കുന്നു. ചെറിയ ബോട്ടുകളാണ്. വലിയ ഫിഷിംഗ് ബോട്ടുകൾ ഇപ്പോൾ പോകാൻ അനുവാദമില്ല. ട്രോളിംഗ് ആയതിനാൽ ചെറിയ ബോട്ടുകൾ മാത്രമേ അനുവാദമുള്ളൂ. എല്ലാവർക്കും ഇഷ്ടം പോലെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ ചാകരയാണ്. 1000 തെങ്ങ്, വലിയഴീക്കൽ, ആവോലി. അവിടെ ചെമ്മീൻ. പുതിയൊരു ബോട്ട് വന്ന് അടുക്കുന്നു നിറച്ച് മീനുമായിട്ട്. വെള്ളത്തിൻ്റെ പേര് ഭാഗ്യ നക്ഷത്രം. നിറഞ്ഞിരിക്കുകയാണ്. വേസ്റ്റെല്ലാം പുറത്തേക്ക് കളയുന്നു. ചെമ്മീൻ എടുക്കുന്നു. ചെറിയ മീൻ വേറെ ബാസ്ക്കറ്റിലേക്ക്. അയില, പച്ച അയില. ഇവിടെ ഒന്നുമില്ലല്ലോ. ചെമ്മീൻ, മുഴുത്ത ചെമ്മീൻ. ക്ഷീണം മാറാൻ ഐസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മീനെല്ലാം പുറത്തിറക്കി. ഇതിൻ്റെ അകത്തുണ്ട് ചെറിയ മീനുകൾ. 3 ഇഞ്ചിനാണ്.
ചെമ്മീൻ കോരി നിറയ്ക്കുന്നു. വള്ളത്തിൻ്റെ ഉള്ളിലെ കള്ളിയിൽ നിന്ന് കോരി പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അകത്ത് നിറച്ച് ചെമ്മീനുണ്ട്. അവിടെ ലേലം വിളി നടക്കുന്നു. ഒന്ന് നോക്കാം. 58 രൂപ. ചൂടനാണ്, ചൂടൻ. 1 കിലോ 58 വെച്ചാണ്. 60 രൂപയായി. അവസാനം പിടിക്കുന്നയാൾ അപ്പുറത്ത് കൊണ്ടുപോയി തൂക്കിയിട്ട് കൊട്ടയുടെ തൂക്കം കുറച്ച ശേഷം പൈസ കൊടുക്കണം. 60 രൂപയ്ക്ക് ഉറപ്പിച്ചു. അങ്ങേ അറ്റം വരെ ചെമ്മീനാണ്. ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ചെമ്മീൻ. അവിടെ ചെമ്മീൻ, പുറത്തെ ചെമ്മീൻ, മുഴുത്ത ചെമ്മീൻ. കിടലൻ ചെമ്മീൻ, പച്ചയ്ക്ക് വെച്ച മുട്ടൻ. അവിടെ ചെമ്മീൻ തിരിയുന്നു, അപ്പുറത്ത് ചെമ്മീൻ തിരിയുന്നു. അവിടെ ചെമ്മീൻ തിരിഞ്ഞ് ബോക്സിലാക്കി കൊട്ടയിലാക്കി വെച്ചിരിക്കുന്നു. അപ്പുറത്തും ചെമ്മീൻ പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു. പച്ചയ്ക്ക് വെച്ച നടന്ന് ഹാർബറിൻ്റെ അറ്റത്തെത്താറായി. പരുന്ത് പറ്റവിടെ പോയിട്ട് അവിടെ പോയിരുന്നു. എൻ്റെ തൊട്ട് പറ്റവിടെ പോയ പരുന്താണത്. മീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തൊട്ടടുത്തെത്തിയിട്ടും പുള്ളിയൊരു മൈൻഡും ഇല്ല. കാലയിലൊരു മീൻ കൊത്തി പിടിച്ചുകൊണ്ട് കഴിക്കുകയാണ്. ഒരു പേടിയില്ല. നല്ല ഭംഗിയുള്ളൊരു പരുന്ത്. എന്നെ നോക്കുന്നുണ്ട്. പുള്ളി ഒരു മൈൻഡും ഇല്ല. പുള്ളിയുടെ മീനെപ്പറ്റി മാത്രം ചിന്ത. കൂടെ 2-3 പേര് പറന്നു പോകുന്നു. ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ, തിരിഞ്ഞ് നോക്കുമെന്നറിയാമല്ലോ. എവിടെ വിളിച്ചിട്ട് നേരെ നോക്കിയിട്ട് വീണ്ടും തല താഴ്ത്തി പിടിച്ചുകൊണ്ട് മീൻ കഴിക്കുന്നു. ഒരു പേടിയില്ല. അല്ല, കിടലനൊരു പരുന്ത് പറ്റ വന്നിരുന്നുണ്ട് മീൻ തിന്നുന്നു. എൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് സൂം ചെയ്തതാണ്. നോക്കി രക്ഷയില്ല. നല്ല വിശപ്പാണ് വിളിക്ക്. തീർത്തലൊക്കെയാണ്. കാടിച്ച് പറിച്ചെടുത്ത് തിന്നുന്നു. നല്ല ടേസ്റ്റോട് കൂടി ഉച്ചക്കത്തെ ലഞ്ച് തട്ടുകയാണ്. ഇതിലൊരു പരുന്ത് എൻ്റെ കൈയെത്തുന്ന ദൂരത്താണ്. ഒരു പേടിയില്ല. ഈ ഫുഡിൻ്റെ ശ്രദ്ധയിലാണ്. അതാണ്. ഹാർബറിൻ്റെ ലാസ്റ്റ് ഭാഗത്തെത്താറായി. ബോട്ടുകളിലെല്ലാം കൊക്കുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ബാലൻസ് താഴെ വീണിരിക്കുന്ന മീനെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ്. നല്ല സ്പീഡിലൊരു ഫിഷിംഗ് ബോട്ട് അതുവഴി പോകുന്നു. ഫിഷിംഗ് ബോട്ടിൻ്റെ പേര് കതിരേശൻ മുതലാളിയുടെ ബോട്ടാണ് ആ പോകുന്നത്. ഹൈ സ്പീഡിൽ നിറച്ച് ചെമ്മീനുമായി അപ്പുറത്ത് പോയി ഇറക്കാൻ പോവുകയാണ്. ഞാൻ ഹാർബറിൻ്റെ ഒരറ്റത്ത് നിൽക്കുകയാണ്. ഹാർബറിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് കൊണ്ട് ഇറക്കുന്ന സ്ഥലം. ഇത് ദേവി പ്രസാദം നിറച്ച് മീനുമായിട്ട് വരുന്നു. ദേവി പ്രസാദം. ഇങ്ങനെ കറങ്ങി ഇതൊരു കായൽ പോലാണ്. അതുവഴിയാണ് പുറത്തേക്കുള്ള എൻട്രൻസ് കടലിലേക്ക്.
അപ്പോൾ ഇവിടം ശാന്തമായിട്ട് കിടക്കുന്നത് കൊണ്ട് അപ്പുറത്ത് നിന്ന് ഫിഷിംഗ് ബോട്ടുകൾ ഇതുവഴി കയറി ഉള്ളിൽ ഇവിടെ എത്തി സാധനങ്ങൾ ഇറക്കുന്നു. ഇവിടുന്ന് ലോറിക്ക് കയറി നാഷണൽ ഹൈവേ 66 പോകുന്നു. പിന്നെ അമൃതാനന്ദമയിയുടെ ആശ്രമമൊക്കെ ഇവിടെ തൊട്ടടുത്താണ്. അമൃതപുരി, ഇത് സ്ഥലപ്പേര് വലിയഴീക്കൽ, വേറൊരു സ്ഥലപ്പേര് ആയിരം തെങ്ങ്. 2 പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അകത്തുള്ള കള്ളിയിൽ നിന്ന് ചെമ്മീൻ ഇറക്കിയാണ്. സിനി, ഇതാണ് ഈ വള്ളത്തിൻ്റെ മുതലാളി. ഇതാണ് മുതലാളി കേട്ടോ. കണ്ടമാനം ചെമ്മീൻ കയറിയത് കൊണ്ട് മുതലാളി ഒരു മൈൻഡും ചെയ്യുന്നില്ല. മുതലാളിയുടെ പേര് സിനു. ചെമ്മീൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അകത്തേക്ക് പോവുകയാണ്. ഐസിട്ട് എക്സ്പോർട്ടിംഗ് ടീമിൻ്റെ കൈകളിലേക്ക് അത് നീങ്ങുന്നു. നിറച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് കള്ളികളിൽ ചെമ്മീനാണ്. ബക്കറ്റിന് കോരിയിടുകയാണ്. ചാകരയാണോ ചേട്ടാ ഇവിടെ? ചാകരയാണോ? ആയിട്ടില്ലല്ലേ? അവിടെ നിറച്ചു 1, 2, 3, 4, 5, 6 കള്ളിയുണ്ട്. 6 കള്ളി നിറച്ച് ചെമ്മീനാണ്. ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കൊട്ടാമ പോയി. കേരള റീൽസ്. എങ്ങനെയുണ്ട്? മീൻ ഇഷ്ടം പോലെ ഉണ്ടോ ഇത്തവണ? ആ, പോരാ പോരാ പോരാ. ആ, ഇഷ്ടം പോലെ ചെമ്മീൻ കയറിയിട്ടുണ്ട്. പുള്ളി പറയുന്നു പോരെന്ന്. കൊക്കുകൾ ഇവരുടെ സുഹൃത്തുക്കളാണ്. തൊട്ടടുത്തൂടെ പോകുന്നു. അവിടെ കൊണ്ട് ഹാർബർ തീരുകയാണ്. അങ്ങോട്ടുള്ള വള്ളങ്ങൾ മീൻ ഇറക്കിയ ശേഷം മാറ്റിയിട്ടിരിക്കുന്നവയാണ്. ഇനി ഉച്ച കഴിഞ്ഞവർ വീണ്ടും പോകും. എൻ്റെ അടുത്തൂടെ പരുന്ത് വരുന്നു. പരുന്ത് എൻ്റെ തൊട്ടടുത്തൂടെ പരുന്ത്. മീൻ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടാണ് തൊട്ടടുത്തൂടെ ദേ വരുന്നു. കൊക്ക് തൊട്ടടുത്തൂടെ പോകുന്നു. വേണ്ട പോയി അവിടെ പോയിരുന്നു. അയിലേനെ അടിക്കാൻ വേണ്ടിയായിരുന്നു. കൊത്തി കിട്ടി. അടുത്ത കൊക്ക് എൻ്റെ പറ്റ വന്ന അയിലേനെ അത് വഴക്കുണ്ടാക്കുന്നു. അയില കൊത്തിക്കൊണ്ട് പോയി. ഈ കൊക്കിന് താടിയും മീശയൊക്കെ ഉണ്ട്. അവിടെ ചെറുക്കനാന്ന് തോന്നുന്നു. തലയിൽ തൊപ്പി. അവിടെ മൂപ്പനാട്ടോ. എനിക്കൊരു കമാൻഡിങ് പവറൊക്കെ ഉണ്ട്. അവിടെ നേതാവാണ്. ആട് നല്ല ഭംഗിയുള്ളതാണ്. വരുമ്പോൾ എല്ലാവരും മാറിക്കൊടുക്കുന്നുണ്ട്. അടുത്ത ഫിഷിംഗ് ബോട്ട് കയറി വരുന്നു. അതിൻ്റെ പേര് ജനത. വലിയ ബോട്ടാണ്. നിറച്ച് മീനാണ്. നിറച്ച് മീൻ, നിറച്ച് ആവോലി. നല്ല വില കിട്ടും. 300 രൂപയൊക്കെയാണ് കിലോ വില. അടുത്ത ഒരു വലിയ ഫിഷിംഗ് ബോട്ട് കയറി വരുന്നു. അതിൻ്റെ പേര് ശിവസുധൻ, ശിവൻ്റെ മകൻ. ഇതിലേ കയറി പോന്നു. അടുത്ത ബോട്ട് അടുക്കുന്നു. കാലിയാണ്. വട്ടം പൊങ്ങി കിടക്കുന്നു. അതായത് കാലി, മീനില്ല. തിരിച്ചു പോവുക. ഏലമ്പളി, ചെമ്മീൻ കുറവാണ്. 184 വരെ വന്നു. ആവോലി വേലം വിളിക്കാൻ പോണു. ആവേലി നല്ല വിലയുള്ള മീനാണ്. ഒരു വലിയ ഫിഷിംഗ് ബോട്ട് കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ആവോലി 1 കിലോയ്ക്ക് 510 വരെ വന്നു. 510 ഉറപ്പിച്ചു. കൊണ്ടുപോകുന്നു. ചെമ്മീൻ ലേലം വിളി.
62 കുറവുണ്ട് കുറവില്ലാത്ത 65 6 70 71 72 75 400 കിലോ 75 76 മതിയോ വലിയ ചെമ്മീനാണ്. തോട്ടപ്പള്ളിയിൽ 150 140 വന്നെങ്കിൽ ഇവിടെ 180 വരെ വരുന്നുണ്ട്. 180 കിലോ വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ ചെമ്മീനാണ്. എക്സ്പോർട്ടിംഗ് കമ്പനി നല്ല വാശിക്ക് വിളിക്കുന്നതുകൊണ്ട് ഇവർക്ക് നല്ല വില കിട്ടുന്നുണ്ട്. വീണ്ടും ആവോലി കിലോ 500 വില തുടങ്ങിയിട്ടുണ്ട്. 1 കിലോ 500 വെച്ചാണ് ആവോലി. ചെമ്മീൻ വീണ്ടും ചെമ്മീൻ കയറി പോകുന്നു. ഇവിടെ ചെറിയ മീനുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. കമ്പനിയുടെ ബ്രോക്കർമാരാണ് ഈ ലേലം വിളിക്കുന്നത്. ലേലം വിളിച്ചിട്ട് പിടിക്കുന്നത്. വെള്ളത്തിനുള്ളിൽ നിന്ന് വാരി ഇടുന്നു. അപ്പുറത്തെ വെള്ളത്തിൽ നിന്നും ചെമ്മീൻ കയറി വരുന്നു. ഇതാണ് 1000 തെങ്ങ് ഫിഷിംഗ് ഹാർബർ. അപ്പോൾ പതിയെ ക്ലോസ് ചെയ്യുകയാണ്. ഉച്ച കഴിയാറായി. എല്ലാവരും ഉണ്ണാനൊക്കെ പോകുന്നു. മിക്ക വള്ളങ്ങളിലെയും മീനുകൾ പുറത്തിറങ്ങി. ആ വള്ളത്തിൻ്റെ പേര് അമ്മ, അപ്പുറത്തതിൻ്റെ പേര് ആനന്ദം. ഭയങ്കരനൊരു ഫിഷിംഗ് ബോട്ട് അവിടെ. ഒരു 5 ലോറിയുടെ വലിപ്പമുണ്ട് അതിന്. അപ്പോൾ പതുക്കെ നിർത്തുന്നു. കേരള റീൽസ് ബിഫോർ റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നന്ദി. മീൻ കൊണ്ടുപോകാനുള്ള വണ്ടികൾ അവിടെ നിരന്ന് കിടക്കുകയാണ്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഒരു 50 വലിയ ലോറി എങ്കിലും ഉണ്ട്. ഇതാണ് മീനൊക്കെ ലേലം വിളിക്കുന്ന ബിൽഡിങ്. അങ്ങേയറ്റത്ത് ഭയങ്കര ലേലം വിളി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. 1000 തെങ്ങ് ഹാർബറിൻ്റെ മുൻഭാഗമാണ് പാർക്കിങ്. വണ്ടികൾ അങ്ങോറ്റം വരെ വണ്ടികൾ നിരന്ന് കിടക്കുന്നു. മീൻ കയറി പോകുന്ന ലോറികൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികളൊക്കെയാണ്. കേരളം വിട്ടും കയറി പോകുന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങേയറ്റം വരെ ലോറികളാണ്. കിഡിലൻ ലോറികളൊക്കെ ഉണ്ട്. കിഡിലൻ ലോറികൾ. അക്വ ജനോ, അതിൻ്റെ പേര് അക്വ ജനോ. കിഡിലൻ ലോറി B4U. അബാബിൽ, ഇത് കൊച്ചിൻകാരാണ്. കൊച്ചിയിലേക്കുള്ള മീൻ എക്സ്പോർട്ടിങ് ടീമുകളാണ്. അങ്ങേയറ്റം വരെ.